Okay. കാണാലോ അല്ലേ? കുഴപ്പമില്ലല്ലോ? കാണാലോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ പറഞ്ഞോണ്ടിരുന്ന ഇവിടെ സോൾവിങ് ഹൈപ്പർബോളിക് ഇക്വേഷൻസ് ഇൻ ടേംസ് ഓഫ് എക്സ്പോണൻഷ്യൽസ് അത് പറഞ്ഞിട്ടാ വന്നോണ്ടിരുന്നത്. അപ്പോ ഇതായിരുന്നു ഞാൻ പറഞ്ഞ ലാസ്റ്റ് ഇ റേസ് ടു എക്സ് ഇസ് ഈക്വൽ ടു -3 എന്ന് എഴുതിയിട്ട് ജസ്റ്റ് എൽ എൻ അപ്ലൈ ചെയ്യുന്നു. എക്സ് ഇസ് ഈക്വൽ ടു എൽ എൻ ഓഫ് -3 എന്ന് കിട്ടും ആൻസർ. എനിക്ക് ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയത് കൊണ്ടാണ് ഇടയ്ക്ക് കുറെ സ്റ്റെപ്സ് വന്നത്. ഇനി കാൽക്കുലസ് ഓഫ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ഡെറിവേറ്റീവ്സ്. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഫോർമുലാസിൽ എന്തൊക്കെ ഡിഫറൻസ് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് കാണാം. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എച്ച് എക്സ് കോസ് എച്ച് എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എച്ച് എക്സ് എന്ന് പറയുന്നത് സൈൻ എച്ച് എക്സും ആണ്. സൈന്റെയും കോസിന്റെ ഡെറിവേറ്റീവ് ഇതിന് വന്നിരിക്കുന്ന മാറ്റം നിങ്ങൾക്ക് അപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എച്ച് എക്സ് സീക്ക് എച്ച് സ്ക്വയർ എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് എച്ച് എക്സ് മൈനസ് കൊസീക്ക് എച്ച് സ്ക്വയർ എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ സീക്ക് എച്ച് എക്സ് മൈനസ് സീക്ക് എച്ച് എക്സ് ടാൻ എച്ച് എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക്ക് എച്ച് എക്സ് മൈനസ് കൊസീക്ക് എച്ച് എക്സ് കോട്ട് എച്ച് എക്സ്. 6 എണ്ണം ഉണ്ട്. നമുക്കിതൊന്ന് പ്രൂവ് ചെയ്യാൻ നോക്കാം. ഒന്നാമത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എച്ച് എക്സ് ഈക്വൽ ടു, ഇപ്പൊ ഇത് ഇത്രയും നമ്മൾ പഠിച്ച കുറച്ച് ഐഡന്റിറ്റീസും പിന്നെ അതിന്റെ ഡെറിവേറ്റീവ്സും ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് നമ്മൾ ബേസിക്കലി വേണ്ടത് എന്താണ്? അതിന്റെ ആ എക്സ്പ്രഷൻ തന്നെയാണ് വേണ്ടത്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസിന്റെ ടേംസിലുള്ള അതിന്റെ ആ ഒരു എക്സ്പ്രഷൻ തന്നെ മതിയാവും. നമുക്ക് ഇതെല്ലാം പ്രൂവ് ചെയ്യാൻ കഴിയും. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എച്ച് എക്സ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് e raised to x minus e raised to minus x by 2 equal to 1/2 അങ്ങ്
പുറത്തെടുക്കാം. 1/2 into d by dx of e raised to x minus d by dx of e raised to minus x. ഓക്കെ, അപ്പൊ നമുക്ക് d by dx of e raised to x, പിന്നെ d by dx of e raised to minus x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നത്? e raised to minus x into minus 1 നമുക്ക് കിട്ടുന്നത് മൈനസ് മൈനസ് പ്ലസ് ആവും. അപ്പൊ e raised to x plus e raised to minus x by 2 cos hx എന്ന് നമുക്ക് കിട്ടും. ഇനി അടുത്ത രണ്ടാമത്തെ ഞാൻ ചെയ്യുന്നില്ല, അത് സിമിലർ ആണ്. ഇതേപോലെ തന്നെ cos hx ന്റെ എക്സ്പ്രഷനിൽ നിന്ന് നിങ്ങൾക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടെത്തി sin hx ആണ് കണ്ടെത്താനായിട്ട് സാധിക്കും. സോ മൂന്നാമത്തത് ഞാൻ ചെയ്യുന്നു. d by dx of tan hx equal to d by dx of sin hx by cos hx equal to denominator into derivative of numerator minus numerator into derivative of denominator divided by denominator into square ആണ്. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചതാണല്ലോ d by dx of sin hx എന്ന് പറയുന്നത് പഠിച്ചു. cos hx ന്റെയും sin hx ന്റെയും പഠിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. അപ്പോൾ ഡെറിവേറ്റീവ്സ് എല്ലാം നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് cos h square x minus sin h square x by cos h square x is equal to 1 by cos h square x is equal to sec h square x എന്ന് കിട്ടും. ഉണ്ടല്ലോ. നെക്സ്റ്റ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ sec hx ന്റെയും cot hx ന്റെയും cosec ന്റെയും എല്ലാം തന്നെ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നിങ്ങള്? നമുക്ക് ഇതെല്ലാം കൂടെ കുറെ ഫോർമുലാസ് ഉണ്ട്, എല്ലാം കൂടെ ഞാൻ ചെയ്ത് വെക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങളത് കണ്ട് പഠിച്ചിട്ട് എഴുതുവല്ല വേണ്ടത്. ഒന്ന് രണ്ടെണ്ണം കണ്ടിട്ട് തന്നെ കുറച്ചെണ്ണം ചെയ്യാൻ പ്രാപ്തരാകുകയാണ് വേണ്ടത്. സോ ഇതിനകത്തില് ഇത്ര ഐഡന്റിറ്റീസ് ആയാലും ഈ പറഞ്ഞിരിക്കുന്ന ഫോർമുലസ് ആയാലും ഡെറിവേറ്റീവ്സിന്റെ ഒക്കെ അത് ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് അത് കിട്ടുന്നില്ലെങ്കിൽ അറിയിക്കണം. നെക്സ്റ്റ് ഈസ് find dy by dx where y is equal to x sin hx minus cos hx. y കിട്ടിയിട്ടുണ്ട്, നമുക്ക് dy by dx കണ്ടുപിടിക്കണം. അപ്പൊ dy by dx is equal to d by dx of x sin hx minus cos hx equal to d by dx of x sin hx minus d by dx of cos hx. സ്പ്ലിറ്റ് ചെയ്ത ഡെറിവേറ്റീവ് എടുക്കുന്നു. ഈക്വൽ ടു ഇനി x sin hx ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രോഡക്റ്റ് റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ x into d by dx of sin hx plus d by dx of x into sin hx minus d by dx of cos hx എന്ന് പറഞ്ഞാൽ sin hx ആണ്. ഈക്വൽ ടു d by dx sin hx cos hx ആണെന്ന് കണ്ടല്ലോ, അത് കൊടുക്കുന്നു. അപ്പൊ x into cos hx plus d by dx of x എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 into sin hx minus sin hx is equal to x cos hx എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന പ്രോബ്ലംസ് അങ്ങനെ പ്രോഡക്റ്റ് റൂൾ ഒക്കെ ഉപയോഗിച്ചിട്ട് ഏത് റൂളാണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് ചെയ്യുക. ഇപ്പൊ ഒരു കാര്യമുണ്ട്, നമുക്ക് ഇങ്ങനെ വരുമ്പോ ബേസിക് ആയിട്ടുള്ള കുറെ എണ്ണത്തിന്റെ ഒക്കെ, അതായത് ഈ പഠിച്ച എത്ര എണ്ണം ഉണ്ടല്ലോ, ഈ 6 എണ്ണവും പഠിച്ചു തന്നെ വെക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ഇതേപോലെ ഒരു എക്സ്പ്രഷൻ ഒക്കെ തന്നു കഴിഞ്ഞിട്ട് അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിഞ്ഞില്ലെങ്കിൽ അന്നേരം ഇരുന്ന് ഇതെല്ലാം കൂടെ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പാടായിരിക്കും. സോ ഈ 6 എണ്ണം ഇതിന്റെയൊക്കെ മറ്റേ നമ്മൾ പഠിച്ച e raised to x plus e raised to minus x by 2 എന്ന് പറയുന്നതാണ് sin hx. ആ രീതിയിലുള്ള ഫോർമുലാസും എല്ലാം ബൈ ഹാർട്ട് ചെയ്യണം. ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ്, ചെയിൻ റൂളിന്റെ ഫോർമുലയാണ് അടുത്ത് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ് ഇഫ് u is a function of x. ഇപ്പൊ u എന്ന് പറയുന്നത് is a function of x ആണെങ്കിൽ ചെയിൻ റൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് d by dx of sin h u കണ്ടുപിടിക്കാൻ ചോദിക്കും. u എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ x ആയിരിക്കത്തില്ല, ഒരു ഫംഗ്ഷൻ ഓഫ് x ആയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയിൻ റൂൾ പഠിച്ചിട്ടുണ്ടാവും. അത് വെച്ച് ആദ്യം sin h u ന്റെ ഡെറിവേറ്റീവ് എടുക്കണം, അത് cos h u ആണ്. അതേ ഇൻറ്റു പിന്നെന്താണ് ചെയിൻ റൂൾ വെച്ച് പിന്നെന്താ ചെയ്യേണ്ടത്? നമ്മള് u ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x du by dx. അടുത്തത് d by dx of cos h u കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്കുള്ളത് cos h u ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു u ൽ കണ്ടുപിടിക്കുക. അപ്പൊ sin h u ഇൻറ്റു പിന്നെ du by dx. അടുത്തത് d by dx of tan h u sec h square u into du by dx. d by dx of cot h u minus cosec h square u into du by dx. അഞ്ചാമത്തെ d by dx of sec h u എന്ന് പറഞ്ഞാൽ minus sec h u tan h u into du by dx.
ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക് എച്ച് യു എന്ന് പറഞ്ഞാൽ മൈനസ് കൊസീക് എച്ച് യു കോട്ട് എച്ച് യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ചെയിൻ റൂൾ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ചെയിൻ റൂള് ഒന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തലിനായിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Let W is equal to f of u be a function of u and u is equal to phi of x be a differentiable function of x. Then W is a differentiable function of x. അപ്പൊ W എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഓഫ് u, u എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് x ആണെങ്കിൽ W എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഓഫ് x ആയിരിക്കും, ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് x ആയിരിക്കും. അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ dw by dx കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. Could be calculated using the chain rule given by dw by dx is equal to dw by du into du by dx. ഇതാണ് നമ്മുടെ ചെയിൻ റൂൾ. ഓക്കെ, പഠിച്ചതാണ്. ക്വസ്റ്റ്യൻ ചെയിൻ റൂൾ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഇവാലുവേറ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എച്ച് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ ഇവിടെ കണ്ടില്ലേ, ടാൻ എച്ചിന്റെ കൂടെ ടാൻ എച്ച് എക്സിന്റെ ഡെറിവേറ്റീവ് അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ടാൻ എച്ച് കൂടെ വന്നിരിക്കുന്ന ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് വന്നിരിക്കുന്നത്. ടേക്ക് യു ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, യു ആയിട്ട് അത് എടുക്കുന്നു. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എച്ച് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ടാൻ എച്ച് എക്സിന്റെ ഡെറിവേറ്റീവ്, അപ്പൊ അതാണ് പറഞ്ഞത്. അത്രയും ഫോർമുലാസ് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ളത് വരുമ്പോ, അല്ലെങ്കിൽ അത്രയും കുത്തിയിരുന്ന ഡെറിവേറ്റീവ് ആണുള്ള ഒരു മാർക്കും അതിന് ചിലപ്പോൾ കാണത്തില്ല. അത്രയും നമുക്ക് പോസിബിളും അല്ല എല്ലാത്തിന്റെയും കണ്ടുപിടിക്കാൻ. സോ ഇത് ഏതൊക്കെ ഏതിന്റെയൊക്കെ ഡെറിവേറ്റീവ്സ് ആണെന്നുള്ളത് ബൈ ഹാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. സീക്ക് എച്ച് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടും? റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആദ്യം എഴുതിയെന്നേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നും ഇല്ല ഇവിടെ. പിന്നെ ഇതിന്റെ കൂടെ കിടന്നു കഴിഞ്ഞാൽ ഈ സീക്ക് എച്ച് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ തൊട്ട് അപ്പുറത്ത് എഴുതി കഴിഞ്ഞാൽ ഇതെല്ലാം ഒറ്റ ഫംഗ്ഷൻ ആണെന്ന് വിചാരിച്ചു പോകും നമ്മൾ. അതുകൊണ്ട് ഇതെടുത്ത് ആദ്യം എഴുതിയെന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ എന്താണ് ഉള്ളിലുള്ളതിന്റെ, അതെ, റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1/2 റൂട്ട് എക്സ് അതാണ്. അപ്പൊ 1/2 റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഉള്ളിലുള്ള 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. അപ്പൊ 2x by 2 root of 1 plus x square into sec h square root of 1 plus x square equal to x by root of 1 plus x square into sec h square root of 1 plus x square എന്ന് കിട്ടും. അടുത്ത കാൽക്കുലേറ്റ് dy by dt where y is equal to t square tan h 1/t. ഇപ്പൊ dy by dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d by dt of t square tan h 1/t നെ t raised to minus 1 എന്ന് എഴുതാം. അപ്പോ നമുക്ക് പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം. പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കുമ്പം ഫസ്റ്റ് ഫംഗ്ഷൻ ടി സ്ക്വയർ ആയിട്ട് എടുക്കുന്നു. അപ്പൊ ടി സ്ക്വയർ ഇൻറ്റു അത് രണ്ടാമത് എഴുതിയെന്നേ ഉള്ളൂ. ടി സ്ക്വയർ ഇൻറ്റു ടാൻ എച്ച് ടി റേസ് ടു മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് വേണ്ടത്. അപ്പൊ ടാൻ എച്ച് ടി റേസ് ടു മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ആദ്യം ടാൻ എച്ചിന്റെ ഡെറിവേറ്റീവ് എന്താ, സീക്ക് എച്ച് സ്ക്വയർ. അപ്പൊ അത് എഴുതുന്നത് സീക്ക് എച്ച് സ്ക്വയർ ഓഫ് ടി റേസ് ടു മൈനസ് 1 ഇൻറ്റു ഇനി ടി റേസ് ടു മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് കൂടെ വേണം, എന്നാലേ ചെയിൻ റൂൾ വെച്ചിട്ട് ഇത് പൂർത്തിയാവുള്ളൂ. അപ്പൊ ടി റേസ് ടു മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് ടി റേസ് ടു മൈനസ് 2. ആദ്യം എന്തായിരുന്നു ടി സ്ക്വയർ അവിടെ തന്നെ ഉണ്ട്, പ്ലസ് അടുത്തത് ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ടാൻ എച്ച് ടി റേസ് ടു മൈനസ് 1. അതാണ് ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2t ആണല്ലോ. ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, എല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. ഇവിടെ നമുക്ക് ആദ്യത്തെ ടേമിനകത്തിൽ മൈനസ് ഉണ്ട്, പിന്നെ ടി സ്ക്വയർ ടി റേസ് ടു മൈനസ് 2 ഉണ്ട്, ടി സ്ക്വയർ ഉണ്ട്. രണ്ടും കൂടെ ക്യാൻസൽ ആകുമ്പോൾ അവിടെ -1 മാത്രം. അപ്പൊ മൈനസ് സീക്ക് എച്ച് സ്ക്വയർ 1/t പ്ലസ് 2t ടാൻ എച്ച് 1/t. ഇത്രയാണ് അതിന്റെ ആൻസർ. ഓക്കെ, ഇപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കൂ.